അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ആയതുകൊണ്ട് എപ്പിസോഡ് ഓഫ് വെള്ളം ചേർക്കാതെ. വി ആർ ബാക്ക് വിത്ത് അഭിജിത്ത്, പിന്നെ നമ്മുടെ അശ്വത്തിന്റെ കൂടെ. നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് 1 വീക്കിൽ നടന്നതും നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ലാസ്റ്റ് വീക്കിൽ നടക്കേണ്ട നമ്മൾ നേരത്തെ ചെയ്യാൻ വിചാരിച്ചാണ്, പിന്നെ ഇച്ചിരി ഡിലേ ആയ ഈ വീക്കില്. അപ്പോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വെച്ചത് ബിഗ് ബോസിനെ കുറിച്ചാണ്. അതിനു വേണ്ടിയാണ് പിന്നെ നമ്മൾ അശ്വത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞു. അബിഡ് ഫോളോവർ. എന്താണ് എന്തായിരുന്നു ഈ ഫിനാലെ വീക്കിന്റെ ഒരു പ്രത്യേകത, ആ ഫിനാലയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു അശ്വത്? കാണാത്തവർക്കും ഇതിനെ കുറിച്ച് അറിയാത്തവർക്കും ആരാണ് ജയിച്ചത്, എന്താണ് സംഭവിച്ചതെന്ന് പറയൂ ആദ്യം. അതെ, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബിഗ് ബോസ് ഇപ്പം ഓൾറെഡി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിലധികമായി. ഫൈനലി ആഫ്റ്റർ 100 days ഓഫ് സർവൈവൽ അനുമോളാണ് ബിഗ് ബോസ് ജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മലയാളികൾക്കെല്ലാം അറിയാം. അപ്പം എന്താണ് ലാസ്റ്റ് ഫൈനൽ വീക്ക് ഒക്കെ ആയ സമയത്തേക്ക് എല്ലാവരുടെയും റീ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ചു കയറി. അപ്പൊ നമ്മളെല്ലാരും അനീഷ് ജയിക്കും എന്നുള്ള കൈൻഡ് ഓഫ് ഒരു രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ട് സൈഡിലും ഉണ്ടായി. അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായി. സാധാരണക്കാരനായ പുള്ളിയല്ലേ? അതെ, കോമണർ ഗായ്. അപ്പം രണ്ടുപേർക്കും മികച്ച രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫൈനലി വോട്ടിങ്ങിന്റെ ബേസിസിൽ അനുമോളാണ് ജയിച്ചത്. ആൻഡ് ഫൈനൽ എപ്പിസോഡൊക്കെ നല്ലത് തന്നെയായിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു, എല്ലാരും കണ്ടത് തന്നെയാണ്. റീലൊക്കെ കാണണ്ടായോ? അതിന്റെ ഉള്ളിൽ പാട്ടും ഡാൻസും അങ്ങനെ എന്തൊക്കെയോ. അതാണ് മെജോറിറ്റി ആൾക്കാർ ഈ റീൽസ് ആണ് കാണുന്നത്. അപ്പം ഈ എപ്പിസോഡിനേക്കാൾ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ഉണ്ടാക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം റീൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. കാരണം PR ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സീസൺ ആണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായി. അപ്പം അവര് ഈ വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം റീലിന്റെ അകത്തൂടെ, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് അങ്ങനത്തെ കാര്യത്തിലൂടെയൊക്കെയാണ് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ നമ്മൾ PR കുറിച്ചാണ് പറഞ്ഞത്. എനിബഡി സ്പെസിഫിക്കലി ടു മെൻഷൻ ഈ PR ഒക്കെ ആരാ ചെയ്യുന്നത്? അത് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. എല്ലാ കണ്ടസ്റ്റൻസിനും PR ഉണ്ട്. അപ്പം അനുമോള് ഈ ഷോന്റെ ഉള്ളിൽ വെച്ചിട്ട് PR പറ്റി സംസാരിക്കുകയും PR ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ എമൗണ്ട് 16 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നുണ്ടായി. അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്താണ് 50 ലാക്സിനെങ്ങാണ്ടാണ് പുള്ളിക്കാർക്ക് കിട്ടിയത്. അതിന്റെ 16 ലക്ഷം PR കൊടുക്കേണ്ട സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൗ ഹ്യൂജ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചതാന്നൊക്കെ പറഞ്ഞു വേണു അങ്ങനെ എന്തോ ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് പറഞ്ഞു 10,000 രൂപയാണോ 5,000 രൂപ കണ്ട എനിക്ക് തന്നത്, അങ്ങനെ എന്തൊക്കെയോ 5,000 രൂപയ്ക്ക് നീ ചെയ്യോ 100 ദിവസം PR വർക്ക്? ഇത്രയും തെറി കേട്ട് 5,000 രൂപ കിട്ടി. വിനു ആരാ? നീ കേട്ടിക്കോ വിനുവിനെ ഇതിനു മുമ്പ്? ഈ വിനു അതല്ല, 5,000 രൂപ എന്ന് പറയുമ്പോ 5,000 രൂപയ്ക്ക് ആരെങ്കിലും ചെയ്യോടാ? ഞാൻ ആലോചിച്ചു, 5,000 രൂപ പിന്നെ നീ ചെയ്യൂലേ? ഞാൻ ചെയ്യൂല. 5,000 ഇത്രയും പണിയാ, 100 ദിവസം പണിയെടുക്കാണ്. ജയിക്കുന്ന എനിക്ക് ഒരു ഉറപ്പില്ല. ഒരു കണ്ടസ്റ്റന്റ്, എത്രയോ കണ്ടസ്റ്റൻസിൽ ഒരു കണ്ടസ്റ്റന്റ്, എല്ലാവർക്കും PR ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പല ലെവലും PR ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്കും. എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാശ് കൊടുക്കാം, കുറവുന്ന കാശ് കൊടുക്കാം. കാശില്ലാത്ത PR ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോ എന്റെ ഒരു കസിനെ എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിട്ട് ബിഗ് ബോസ് പോവാണെങ്കിൽ അതും ഇറ്റ്സ് ആൾസോ കൈൻഡ് ഓഫ് PR. അപ്പൊ അത് ഫ്രീ PR. അത് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളെടുത്തല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പൊ നീ ബിഗ് ബോസ് പോവാണെങ്കിൽ ഞാൻ ചിലപ്പം നിനക്ക് വേണ്ടി ചെയ്യുമായിരിക്കും. അപ്പൊ നിന്റെ അടുത്ത് കാശ് മേടിക്കാതെ അതേപോലത്തെ കണക്ഷൻ അല്ലേ. അപ്പം ഈ അതല്ലാതെ അതായത് സീറോ വാല്യൂടെ ഉണ്ട്, ഹൈ വാല്യൂടെ ഉണ്ട്. ഇതൊരു മിഡ് വാല്യൂ പോലത്തെ PR ആയിട്ടാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറിനും ഇങ്ങനെ തന്നെയാണ് PR ചെയ്തതെന്ന് പറയണു. അപ്പൊ കുറച്ചും കൂടി പ്രൈസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. PR ഒക്കെ ഉണ്ട്, PR ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ ഇവര് ഇതിന്റെ അകത്ത് ഇത് പറഞ്ഞത് കാരണമാണ് ഇത്ര ഇഷ്യൂ ആയത്. അതായത് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഇത്ര PR കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഏതോ ഒരു മോർണിംഗ് ആക്ടിവിറ്റിന്റെ അകത്ത് ബിന്നി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുമോള് ബിന്നിന്റെ അടുത്ത് പറഞ്ഞു, എന്ത് എനിക്ക് PR ഉണ്ട്, 16 ലക്ഷം രൂപയാണ് PR. പക്ഷെ കാശൊന്നും കൊടുത്തിട്ടില്ല ഓൾറെഡി, അതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. മനസ്സിലായില്ലേ? ആദ്യം ഒരു കോൺട്രാക്ട് ബേസിസിൽ, അതായത് ഇങ്ങനെ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ അവർ കയറുന്നു.
എന്നിട്ട് ഇനി പ്രൈസ് 10,000 മണി അഡ്വാൻസ് ആവാ അപ്പൊ അല്ലേ? ജയിച്ചു കഴിഞ്ഞാൽ എത്ര പ്രൈസ് മണി കിട്ടിയതിന് ശേഷമായിരിക്കാം മേ ബി പൈസ തിരിച്ചു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല 5,000 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു ഏജൻസി വന്നിട്ട് PR ചെയ്യുന്നത്. കാരണം എന്തോരം വർക്ക് ഉണ്ടാ, കാരണം ഇവരതിന്റെ ഉള്ളിൽ എന്തൊക്കെ അതല്ലേ വെള്ളിത്തര ഇത് പറയുന്നത് ഞാൻ അലക്കി പറഞ്ഞതല്ല. വെളുപ്പില്ലേ. ഞാൻ പറഞ്ഞത് എന്താണ്, വിനു എന്ന് പറഞ്ഞ ആള് ഒരു റീല് വന്ന അയാള് പറയണതാണ് ആകെ 10,000 രൂപ മേടിച്ചിട്ടുള്ളതെന്ന്. അയാള് പറയണ കാര്യമാണ്, ഞാൻ പറഞ്ഞതല്ല. ചുമ്മാ പറയുന്നതല്ലേ. അങ്ങനെ ഇപ്പൊ നമ്മള് കാശ് മേടിച്ചു കഴിഞ്ഞാൽ അല്ല, നമ്മളും അത് പറയില്ലേ, നമുക്ക് അസ്യൂം ചെയ്യാനില്ല. ഇപ്പൊ നമ്മള് പറയാൻ പറ്റില്ല. correct ചിലപ്പോ behavior ഒക്കെ മറ്റേ കാണിക്കുകയാണെന്ന് ബ്ലാക്കിൽ വെച്ചാല് കൂടിയാണ് മേടിച്ചെങ്കിൽ പുറത്തു പറയാൻ പറ്റില്ല ജിജോ. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ മനസ്സിലായില്ലേ. അഗ്രിമെന്റ്സ് ഉണ്ടാവും, ബിഗ് ബോസ് ആയിട്ട് അഗ്രിമെന്റ്സ് ഉണ്ടാവും ഇവർക്ക്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പക്ഷേ കാണും. ചിലപ്പോ നോൺ എന്തായാലും ഡിസ്ക്ലോസർ PR അഗ്രിമെന്റ് പുറത്തുള്ള സൈൻ കാര്യത്തിൽ ചെയ്യാം, സത്യമാണ്. അങ്ങനത്തെ എന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനുശേഷം എന്താണ് പിന്നെ സംഭവിച്ചത് ഇപ്പം? ഇപ്പൊ എന്താ, അനുമോള് ജയിച്ചു. പക്ഷെ അതെ, ഈ ബിഗ് ബോസ് വീഡിയോ ഒരു തരത്തില് ഈ PR-നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു ഷോ ആകുന്ന സമയത്ത് PR ഒക്കെ വേണം. അതൊന്നും PR വേണം, ഇല്ലാണ്ട് ഇവിടെ ഇല്ലാണ്ട് പരിപാടി ബിഗ് നടക്കൂല. ബോസ് കാരണം എടുത്തിടോ ഷോർട്സ് അനുമോളുടെ. PR ഉള്ളതുകൊണ്ടാണല്ലോ ഇൻസ്റ്റഗ്രാമിന്റെ അകത്തൊക്കെ ഇത്രയും റീൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഷോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഹോട്ട്സ്റ്റാർ കയറി കാണും അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് കാണുന്ന ആൾക്കാർ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓഡിയൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതുമായിട്ട് അറിയുന്നത് എന്താണ്, ഈ സോഷ്യൽ മീഡിയന്റെ അകത്തുള്ള ഈ കണ്ടന്റ് വെച്ചിട്ടാണ്. അപ്പൊ PR ഇല്ലെങ്കിൽ അത്തരത്തിൽ ആ സോഷ്യൽ മീഡിയ, ഇപ്പം ഈ ഷോ തുടങ്ങുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങുന്ന ആ ഒരു ഇതില്ലേ, അതായത് ആ ബിഗ് ബോസ് വരാൻ പോകുന്നു, അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതിന്റെ ഇത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങളെ ഒന്ന് അറിയിച്ചു, അത്രേ ഉള്ളൂ ഇതിന്റെ അകത്ത് സംഭവിച്ചത്. എനിവേ, അനുമോൾ ജയിച്ചു ആൻഡ് ബിഗ് കൺഗ്രാജുലേഷൻസ് ടു അനുമോൾ. അത് കഴിഞ്ഞിട്ട് ഇവന്റ് കഴിഞ്ഞിട്ട് എന്താണ് അനുമോളുടെ ബാക്കി കണ്ടായിരുന്നു? എനിക്ക് അതിന്റെ അനുമോൾ ഇപ്പൊ റീലൊന്നും അധികം വന്നില്ല. കാണാനില്ല. ഞാൻ സോഷ്യൽ മീഡിയന്റെ അകത്ത് ആക്റ്റീവ് അല്ലാത്തോണ്ടാണോ ഇനി അല്ല, എനിക്ക് സാധാരണ ഈ ബിഗ് ബോസിന്റെ റീൽസ് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാരണം. പക്ഷെ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അധികം ഈ ഇവരെ ഒന്ന് രണ്ട് ഷിയാസ് കരീമിന്റെ കൂടെയുള്ള കുറച്ച് ഫോട്ടോസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. അല്ലാതെ ഒരു വലിയൊരു ചാനലിന്റെ അകത്ത് വന്നിട്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പരിപാടി അങ്ങനെയൊന്നും കണ്ടില്ല. അനീഷ് അനീഷു അതെ, അനീഷിന്റെ എന്തോ ഒരു ഷോക്ക് സാധനം ഞാൻ അക്ബറാണ് കണ്ടിട്ടുണ്ടായി. അതിന് ശേഷം പിന്നീട് സ്റ്റേജ് ഷോസ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നത്. അക്ബർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ, പുള്ളി പാട്ടുകാരനാണ്. പുള്ളിന്റെ എന്താണ്ട് സ്റ്റേജ് ഷോ ഒക്കെ ഞാൻ കണ്ടു ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം. ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ എൻഡ്, ഇറ്റ്സ് എ ബിഗിനിങ്. അപ്പം ഈ ഒരു ഷോന്റെ അകത്ത് കയറിയിട്ട് അവരുണ്ടാക്കുന്ന ആ ഫെയിം വെച്ചിട്ട് ബാക്കി അവരെങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു, മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഈ അനീഷിന്റെ കേസിലാണ്. പുള്ളി ഇനി അതിനെ എങ്ങനെ കൊണ്ടുപോകും? പുള്ളി ഒരു കോമൺ അതെ 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 അതെ, അത് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു സാധനം. പുള്ളിക്ക് കഥ എഴുതണം എന്ന് ആഗ്രഹമുണ്ട്, സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പം എന്തായാലും പുള്ളി കാലിബർ ഉള്ള ആൾ തന്നെയാണ്. കാരണം 5 വർഷം ഒരു ജോലി ഓൾറെഡി ഉള്ള ഒരു ഗവൺമെന്റ് ജോലി, പിന്നെ 5 ഇയർ ലോങ് ലീവ് ഒക്കെ എടുത്തിട്ട് ബിഗ് ബോസിന് വരിക എന്ന് പറയുന്നതിന് ഗട്സ് വേണം അല്ലെ. അപ്പം ആൾക്ക് കഴിവുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ആളതിനി എങ്ങനെ ഈ ഫെയിം, അതായത് ഫെയിം എന്താ പറയാ, ഒരു കുറച്ച് പ്രശ്നമുള്ള സാധനമാണ്. നമുക്കില്ല, സാധനം തോന്നുന്നു. കാരണം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു അല്ലെ, ഫെയിം ഹാൻഡിൽ ചെയ്യാനേ. ശരി, ബുദ്ധിമുട്ടാണ്. കാരണം മീഡിയ ട്രെയിൻഡ് കൂടി അല്ലാത്തതായതുകൊണ്ടേ. അതെ, അറിയില്ലെങ്കിൽ ഈ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയോണായി പോകും. റോബിനൊക്കെ കയ്യിൽ പൂത്ത് കിട്ടിയ പോലെ. അതെ 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 അതെ, റോബിനോ ഒന്നും മീഡിയ ട്രെയിൻഡ് അല്ല. അപ്പൊ അവർക്ക് അറിയില്ല എങ്ങനെ ബിഹേവ് ചെയ്യണ്ടെന്ന് ഫെയിം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല്. അത് ഈ സിനിമ താരങ്ങളെ തന്നെ നോക്കുന്ന സമയത്ത് ഈ നെപ്പോ കിഡ്സ് നമ്മൾ ഇന്റർവ്യൂവിന്റെ അകത്തും അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നെപ്പോ കിഡ്സ് വളരെ ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ചെയ്യും. കാരണം അവർ ചെറുപ്പം തൊട്ടേ കാര്യങ്ങളൊക്കെ കണ്ട് വളർന്ന് എങ്ങനെയാണ്. അതെ അതെ അതെ, പോളിഷ്ടായിട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? അവിടെ ഇവിടെ തൊടിക്കാണ്ട് അങ്ങ് നിന്ന് പോകാൻ അറിയാം. അതേ സമയത്ത് അതേ സമയത്ത് പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആൾക്കാർ, പുതിയ നടന്മാരായി കഴിഞ്ഞാൽ അവര് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് പഠിക്കുക. ഇപ്പൊ ടൊവിനോന്റെ കേസ് എടുക്കുവാണെങ്കിലും ഉണ്ണി മുകുന്ദന്റെ കേസ് എടുക്കുവാണെങ്കിലും ഒക്കെ നമുക്കിത് അല്ലേ, അവരൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ വെള്ളിത്തരങ്ങൾ പറ്റി പഠിച്ചതാ. കുറ്റം പറയല്ല, പക്ഷെ അത് നമ്മൾ അതുമായിട്ടൊന്ന് യൂസ്ഡ് ആയിട്ട് ഈ ഒരു ഫെയിം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. അപ്പൊ അനീഷ് ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അതായിരിക്കും തോന്നുന്നു. കാരണം ഈ ഫെയിം എങ്ങനെ പുള്ളി ഹാൻഡിൽ ചെയ്യുന്നു, പുള്ളിക്ക് എങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുന്നു എന്നുള്ളത് കണ്ട് അറിയേണ്ട കാര്യം തന്നെ. അടിപൊളി. ഇത് അനിമോള് ഡിസേർവ് ചെയ്യുന്നുണ്ടോന്ന് തോന്നുന്നുണ്ടോ?
ഡിസേർവ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം Deserve. പുള്ളിക്കാരി കൊടുത്തത്ര കണ്ടന്റ് ഈ സീസണിൽ ആരും കൊടുത്തിട്ടില്ല. വേറെ ആരും കൊടുത്തില്ല. അപ്പൊ കണ്ടന്റ് ഗുഡ് ഓർ മാറ്റേഴ്സ്. ബാഡ്, നല്ല ആണല്ലോ. രീതിയിലുള്ള കണ്ടന്റ് ആണോ ബാഡ് ആയിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റ് ആണോ എന്നുള്ളത് ഡസൻ മാറ്റർ. ഈ ഷോ കൊണ്ടുപോയത് അതിന്റെ TRP, അതിന് പ്രോഫിറ്റ് ഉണ്ടായി കൊടുത്തത് ഒക്കെ മാക്സിമം കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് അനുമോൾ തന്നെയാണ്. പിന്നെ പ്രേക്ഷകർക്ക് ഇപ്പൊ അമ്മനെ കൊന്നാൽ രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ രണ്ടഭിപ്രായം ഉണ്ടാവും, മനസ്സിലായില്ലേ? അല്ല, എനിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ മെസ്സേജ് അനുമോക്ക് ഇവിടുത്തെ കുറച്ച് കൂട്ടുകാരൊക്കെ അനുമോക്ക് വോട്ട് ചെയ്തോടാ അതൊക്കെ മെസ്സേജ് അനുമോള് അപ്പോഴാണ് ഇവിടെ എന്റെ അനിയന്റെ ഫ്രണ്ടിന്റെ മദറ് പുള്ളിക്കാരി വൻ സപ്പോർട്ടർ അനുമോളുടെ ഒക്കെ. പുള്ളിക്കാരി നീ വോട്ട് ചെയ്തില്ലേ നിങ്ങളൊക്കെ? അങ്ങനെ. അല്ല, കാരണം അനുമോളിലും അങ്ങനത്തെ കട്ട ഫാൻസ് ഉണ്ട്. അതാണ്, കുറച്ച് ഡ്രാമ വേണം, മനസ്സിലായില്ലേ? അപ്പം ഈ മലയാളി ഓഡിയൻസ് കുറച്ചും കൂടിയും ഈ ഷോ എനിക്ക് തോന്നുന്നു ഒരു 10-15 സീസണൊക്കെ ആകുമ്പോഴേക്ക് റെഡി ആവുമായിരിക്കും തോന്നുന്നു. കുറച്ചും കൂടി ഇങ്ങനത്തെ റിയാലിറ്റി ഷോസ് കണ്ടിട്ട് ഒരു തയമ്പിക്കാനുണ്ട് കുറച്ചുകൂടി മലയാളി പ്രേക്ഷകർ. അതെ, ഈ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രാമാസ് ഇപ്പം ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാക്ടിക്സ് ആണ് അനുമോൾ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താ പറയാ, ഫസ്റ്റ് തന്നെ ഈ എന്താ പറയാ ഒറ്റപ്പെടല്, അപ്പം എല്ലാവരുടെയും ഒരുമിച്ച് നിന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അയ്യോ ഇവരെന്തിനാ എല്ലാവരുടെയും അവൾ അറ്റാക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള സീസൺ 2 മുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള സ്ട്രാറ്റജീസ് തന്നെയാണ്. പുതിയതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒന്നുമില്ല. ഇപ്പോഴും മലയാളികളൊക്കെ അങ്ങനത്തെ സ്ട്രാറ്റജീസിന്റെ അകത്ത് വീഴുന്നു എന്നുള്ളത് ആണ് കാര്യം, മനസ്സിലായില്ലേ? അത് പരിതാപകരമാണെന്നാണ് പറഞ്ഞതല്ലേ ഇവരുടെ അതെ, അത് ഈ ഗെയിം സെൻസിൽ കാണുന്നില്ലല്ലോ. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത് അവരിതൊരു ഗെയിം കളിക്കുമല്ലേ. അപ്പം ഇറ്റ്സ് ലൈക്ക് റിയാലിറ്റി ആണെന്ന് വിചാരിക്കുകയാണ് പ്രേക്ഷകര്. അതെ, ആൾക്കാർ ഇത് പിന്നെ വേറെ രീതിയിൽ ഇമോഷണലി കൺസീവ് ചെയ്യാണ്, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഗെയിമിന്റെ സെൻസിൽ കാണുന്ന ആൾക്കാർ കുറവാണ്. അപ്പൊ ആ രീതിയിലേക്ക് കണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ മെജോറിറ്റി പ്രേക്ഷകരും അത് ഇമോഷണലി കൺസീവ് ചെയ്തിട്ട്, മനസ്സിലായില്ലേ? അപ്പൊ അനുമോൾ ഇരുന്ന് കരയുന്ന സമയത്ത് അതിന്റെ അകത്ത് അയ്യോ എന്ന് തോന്നിയിട്ട് വോട്ട് കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ആ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ മാറിയിട്ട് ഷോ ഇപ്പം 7ാമത്തെ സീസൺ ആയിട്ടല്ലേ, നമുക്കൊരു 10-12 ഒക്കെ ആവുമ്പോഴേക്ക് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതേ മാനിപ്പുലേഷന് ഇവര് മാത്രല്ല, പൊളിറ്റീഷ്യൻസും ഓരോ മാർക്കറ്റിംഗ് ബ്രാൻഡ്സും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കണേ. ഇതേ ആൾക്കാർ തന്നെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആയി വോട്ട് അടക്കം ചെയ്യണേ. കുറച്ചുകൂടെ സൊസൈറ്റി തന്നെ കുറച്ച് നന്നാവുന്നതാണ്. അതായത് ഇവിടെ ശരിക്കും എന്തൊക്കെയാന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു സൊസൈറ്റിന്റെ ഒരു മൈക്രോകോസം എടുക്കുന്നു, അതിനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളത് കാണുന്നു. സംഭവം എന്റർടൈൻമെന്റ് ആണ്, നല്ല രസമാണ് കണ്ടിരിക്കാൻ. ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ചെറിയ വിഷമം ഉണ്ടായി. കാരണം അല്ലേ, അവോയ്ഡ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആണല്ലോ ഇത്രയും കാലം ബിഗ് ബോസ്. ഇപ്പൊ അഡ്ജസ്റ്റഡ് ആയി. ഇപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അഡ്ജസ്റ്റഡ് ആയി. ഫസ്റ്റ് 2 days പിന്നെ സാധാരണ സീസണിന്റെ അകത്ത് അറ്റാച്ച്ഡ് ആവുന്ന പോലെ പ്ലേയേഴ്സുമായിട്ട് അറ്റാച്ച്ഡ് ആയില്ല. ഇതിൽ കൂടുതൽ എനിക്ക് ഇതിന്റെ മുമ്പുള്ള സീസണുകളൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതിൽ കൂടുതൽ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്തിരുന്നു പ്ലേയേഴ്സ്. 5ാമത്തെ സീസണൊക്കെ കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ 4ാമത്തെ സീസണൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായി. അഖിലിനെ എനിക്ക് ഭയങ്കര അഖിൽമാരാറ് വന്ന സമയത്ത് എനിക്ക് ആളുടെ പുറത്തുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പറയുന്നത്. ആള് പുറത്ത് വേറെ, ബിഗ് ബോസിന്റെ ഉള്ളിൽ വേറെ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആളുടെ പുറത്തുള്ള അഭിപ്രായങ്ങളുമായിട്ടും അയാളുടെ ഇതുമായിട്ടൊന്നും നമുക്ക് ഒരു എന്താ പറയാ താല്പര്യമില്ല. പക്ഷെ ആസ് എ ഗെയിമർ, ബിഗ് ബോസിന്റെ ഉള്ളിൽ ഗെയിം മാത്രമാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഗെയിം നോക്കുന്ന സമയത്ത് ആള് നല്ലതായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇത്തിരി വിഷമം തോന്നിയായിരുന്നു. അഖിൽമാരും തൊപ്പിയൊക്കെ ആയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായല്ലോ. അത് ഈ റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ഇവന്റ് തീരുന്നതിന് തൊട്ട് മുമ്പോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ടായത്. അതെന്താ സംഭവം, വല്ല ഐഡിയ ഉണ്ടോ? അതായത് തൊപ്പി അനീഷിന് വേണ്ടിയിട്ട് വോട്ട് എന്താണ്ട് ചോദിച്ചു. അപ്പം തൊപ്പി അനീഷിന്റെ PR ആണെന്ന് പറഞ്ഞിട്ട് അഖിൽമാരാർ വീഡിയോ ചെയ്തു. അപ്പൊ തൊപ്പി ലൈവില്, തൊപ്പി സ്ട്രീമർ ആണല്ലോ, അപ്പൊ തൊപ്പി എന്ത് ചെയ്തു, ലൈവില് ഇങ്ങനെ വിളിച്ചിട്ട് എന്താ പറയാ, ഈ ഇതിന് തെളിവുണ്ടോ,
ആളെന്തെങ്കിലും വായി തോന്നിയ കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞോ വിളിച്ചു പറയുന്നതാണോ അല്ലെങ്കിൽ തെളിവുണ്ടായിട്ട് പറഞ്ഞതാണോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ. അപ്പം അതാണ് അഖിലും തൊപ്പിയും തമ്മിൽ നടന്ന് നല്ല കോമഡി ആയിരുന്നു. ചിരിച്ച് മണ്ണ് അല്ല ഞാൻ കൊറേ ഇങ്ങനെ ഓടിച്ചോടിച്ച് കണ്ടത് കോമഡി ആയിരുന്നു. കുറച്ച് പറ്റുന്നില്ല എന്ന് തോന്നി അവസാനൊക്കെ. എന്താണ് അവിടെ തൊപ്പി പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഓ അങ്ങനെയാണോ? അടിപൊളി. അതിന്റെ അണ്ണാക്ക് കിട്ടി. നല്ല രസമുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അതെ, നല്ല ഫീൽ ഗുഡ് ആയിരുന്നു. ഹാപ്പി സീൻസ്. അല്ല ഞാൻ വേറെ വീഡിയോ ഉണ്ട്. അനുമോൾ ഇങ്ങനെ ഞാൻ ആർക്കും PR വർക്ക് കൊടുത്തിട്ടില്ല, കൊണ്ടെങ്കിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ അവള് ഒരു ചലഞ്ച് ചെയ്യുന്നു. എന്റെ ആരോ കൊണ്ടുവരുന്നൊക്കെ കണ്ടത്. അനുമോള് പറയുന്നത് വിശ്വസിക്കേണ്ടെന്നാണ് പൊതുവെ പറഞ്ഞ പോലെ എന്താ പറയാ, നാണം കെട്ടുവിൻ റീച്ച് നേടുവിൻ, നാണക്കേടാ റീച്ച് മാറ്റിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളു കാര്യം. മനസ്സിലായില്ല? നമ്മള് ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളതാണ്. ലൈം ലൈറ്റിൽ നിൽക്കുക, അതാണ് കാര്യം. മനസ്സിലായില്ലേ? എന്ത് ചെയ്തിട്ടാണെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുക, ലൈം ലൈറ്റിൽ നിൽക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നല്ലത് ചെയ്യാ, നന്മമാരം കളിക്കുക ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ലൈം ലൈറ്റിൽ മനസ്സിലായില്ലേ? ഫെയിം വെച്ച് ജീവിക്കുക, അതാണ്. അപ്പൊ അത് നമ്മൾ കുറ്റം പറയുന്നില്ല, കഴിവാണ്. ഇത്ര സിമ്പിൾ ആണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്ന് ചെയ്യാം. അതെ, അത് നമ്മളത് മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നീടും ഈ വിനു ആണെന്ന് തോന്നുന്നു അല്ലേ? അതെനിക്കറിയാം. നീ എവിടുന്ന് കണ്ടത്? അത് ഞാൻ ഈ തൊപ്പിയുടെ വീഡിയോയിൽ തന്നെ പറയണ്ടല്ലോ, ഈ പുള്ളിക്കും ബിനു ആണ് ചെയ്തതെന്നോ. അല്ല, എനിക്ക് എന്തോ അപ്പൊ ജനറലി ബിനു PR ചെയ്താൽ ജയിക്കുന്നുള്ളൊരു അശരീരമുണ്ട്. അഡ്വക്കേറ്റ് ലാൽകൃഷ്ണ വിരാടിയാറും കാശുമുണ്ടെങ്കിൽ ആരെയും കൊല്ലാന്ന് പറഞ്ഞോളാണോ? കണ്ടന്റ് കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ അത് ശരിയാ. ആരും PR കൊടുത്തിട്ടും കാര്യമല്ല, കണ്ടന്റ് കൊടുത്തിട്ടില്ലേ കാര്യമല്ല. അത് പിന്നെ അവർക്ക് നേരത്തെ സ്ട്രാറ്റജി ഒക്കെ പ്ലാൻ ചെയ്ത് പോയി എടുക്കണം. അതാണ് ആ സ്ട്രാറ്റജിയും വരെ പങ്കെടുത്തു. എന്ത് ചെയ്യും ഇതിന്റെ ഉള്ളില്? ഇപ്പൊ എനിക്കറിയാം 74-75 ഡേ ആയ സമയത്ത് അനു ഇറക്കിയ ഒരു സാധനം ഉണ്ടായി, അക്ബറിനൊരു കപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് ബിഗ് ബോസ് അക്ബറിനെ ഫേവർ ചെയ്യുന്നു എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരു ടോക്ക് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയൊന്നും നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അത് പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു ടോക്ക് പുറമെ നടക്കുന്ന അതേ സമയത്ത് അനു ഉള്ളില് പറഞ്ഞിട്ടുള്ള ഡയലോഗ് 73-74 ആ റേഞ്ച് ഡേയ്സിൽ ഏതോ ഒരു സമയത്താണ് അനു പറഞ്ഞത് അക്ബറിനൊരു കപ്പ് എന്നുള്ള രീതിയിലാണ് ഷോ പോകുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ കുറച്ച് ബോധമുള്ള ഒരാൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ ഓൾറെഡി എന്താ പറയാ, പ്ലാൻഡാണ്. മനസ്സിലായി? അപ്പം അതെ, ഏത് രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഒത്തു കളിക്കാൻ വേണമെങ്കിൽ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പ്ലാൻ കളിച്ചൊക്കെ ചെയ്യാലോ. അതുപോലെ എല്ലാവർക്കും ഒത്തു കളിക്കാൻ വേണമെങ്കിൽ അങ്ങനെയല്ല. അവര് മാത്രല്ല, അല്ലാണ്ടും ഓൾറെഡി ഇപ്പൊ തമിഴ് ബിഗ് ബോസ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് വീക്കെന്നെ ലവ് കോംബോ വന്നു. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പം അതൊക്കെ നേരത്തെ അവർ പ്ലാൻ ചെയ്ത് തന്നെ പോകുന്നതാണ്. ഹിന്ദി ബിഗ് ബോസിന്റെ അകത്തും അങ്ങനെ ഓൾറെഡി പ്ലാൻ ചെയ്ത് പോകുന്നവരുണ്ട്. കയ്യിലിരിക്കും ബാക്കി കാര്യങ്ങൾ. ഷോ മേക്കേഴ്സ് എങ്ങനെ അത് കൊണ്ടുപോകുന്നു, അത് പൊളിക്കുന്നു. ആ ഹോസ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ബിഗ് ബോസിന് ഞാനൊരു മച്ചാന്റെ റീൽ എപ്പോഴും കാണാറുണ്ടല്ലോ. പുള്ളിയെ അവസ്ഥ എന്തായി? തമിഴാണോ? ഒരു മച്ചാന്റെ പുള്ളി കോമഡി ആണല്ലോ. കോമഡി മാൻ. ഞാൻ പക്ഷേ സീസൺ ഫുള്ളായിട്ട് ഫോളോ ചെയ്തില്ല. കാര്യമായിട്ടും അവര് ഈ ബാനറിന്റെ മുകളിൽ, ഈ മൈക്കിന്റെ മുകളിൽ സാധാരണ മലയാളത്തിന്റെ അകത്ത് പേരല്ലേ എഴുതുന്നത്. ഇപ്പം എന്താ പറയാ, അഖിൽ അല്ലെങ്കിൽ എന്താ റോബിൻ, അങ്ങനെ പറഞ്ഞ പേരല്ലേ എഴുതുന്നത്. പക്ഷെ അവിടെ വാട്ടർമെലൺ സ്റ്റാർ എന്നാണ് അതിന്റെ മൈക്കിന്റെ മുകളിൽ. അങ്ങനത്തെയാണോ?
അങ്ങനത്തെ സീനാ. അപ്പൊ അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, കാര്യമൊന്നുമില്ല. അടുത്ത സീസൺ വരും, വരെ മറക്കും, അടുത്ത സീസണിൽ ആൾക്കാരാവും. അതങ്ങനെ ഗോസ് ഓൺ. വേറൊരു സാധനം ട്രെൻഡിങ് ആയി കയറി വന്നതാണ് മറ്റേ പൃഥ്വിരാജിന്റെ ഏതാണ് സോജപ്പൻ 4K സോങ് അല്ലേ? സോജപ്പൻ 4K. ഞാൻ ആ പടം ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ എന്ത് കോമഡിയാന്നറിയാം. ഞങ്ങളിവിടെ വലിയ ടിവിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിച്ച് ആ പടത്തിൽ എന്തിനാ പൃഥ്വിരാജ് അറിയില്ല. പുള്ളി മരിക്കും ചെയ്യുന്നോണ അതിന്റെ പകുതി കഴിച്ച്. എന്റെ കാര്യമൊന്നുമില്ല അതില് ലാസ്റ്റ് ഇങ്ങനെ കഥ ഒന്നും ഏത് പടത്തിന്റെ കാര്യം പറയുന്നത്? കാലണ്ടർ കാലണ്ടർ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. പൃഥ്വിരാജും ചിട്ടിയും കുറെ ബിസിനസ് അതൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തുക. നവ്യ നായർ സംഭവം നവ്യ നായരൊക്കെ ഉണ്ട്. നവ്യ നായരും അമ്മേനെ അമ്മയുടെ ബന്ധമാണ്. ചുമ്മാ വേറെന്താ, നവ്യ നായർ പൃഥ്വിരാജിനെ കല്യാണം കഴിക്കുന്നു, അമ്മേനെ മറക്കുന്നു. എന്നിട്ട് നവ്യ നായർ വേറെ ആരെയോ കല്യാണം കഴിക്കുന്നു, അങ്ങനെ. എന്നിട്ട് അവസാനം അമ്മേനെ കാണാണ്ടാവും, എന്നിട്ട് അമ്മേനെ തപ്പി നടക്കും. അങ്ങനെ എന്തോ കോമഡിയാണ്. എന്നിട്ട് ഒരു കോമഡി ലിറിക്സും വീഡിയോ ഒക്കെ സൂപ്പർ ആയോണ്ടായിരിക്കാം. സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാച്ച് വിനീത് ശ്രീനിവാസനായി പാട്ട് പാടിയേക്കണല്ലേ. അതിന്റെ വീഡിയോ എല്ലാം കണ്ടല്ലോ, പൃഥ്വിരാജിന്റെ കോമഡി സീനാ. പുള്ളി R15 അങ്ങോട്ട് പോകുന്നു, R15 ഇങ്ങോട്ട് പോകുന്നു. പിന്നെ കൊറേ ഞാൻ കണ്ടില്ല. പൃഥ്വിരാജിനെ കൊണ്ട് ഇത്ര കൂട്ടിയെ കൂടില്ല. പക്ഷെ പൃഥ്വിരാജിന്റെ അതിലത്തെ ഒരു എക്സ്പ്രഷൻ ഒക്കെ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഒക്കെ അങ്ങനത്തെ എന്റെ പോലെ കൊറേ എക്സ്പ്രഷൻ. പുള്ളി വെള്ളടിക്കാൻ പോകുമ്പോ ഒരു എക്സ്പ്രഷൻ. പുള്ളി എന്താണ്, പുള്ളിക്ക് കൊറേ ബിസിനസ് ആണ്. പുള്ളിക്ക് സ്വർണ്ണക്കട, റബ്ബർ ഷീറ്റ് അടിക്കല്, അല്ല പണയം വയ്ക്കണ മറ്റേ ഫൈനാൻസ് കട, ബൈക്ക് ഷോറൂം, അപ്ലയൻസ് കട. പുള്ളി ഒരു എന്താണ് OG റിച്ച് മാൻ എന്നൊക്കെ പറയൂല, റിച്ച് ബോയ്. അങ്ങനത്തെ സ്കീമാണ്. ഇതിനാണ് അതിന്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ആവശ്യം. എന്റർടൈനിങ്, അമേസിംഗ് ആണ്. ആ പാട്ടിന്റെ അകത്ത് പുള്ളിയുടെ അഭിനയം വേണമെങ്കിൽ ഒന്ന്, അതായത് വേറെ ടൈപ്പ് അഭിനയം കേട്ടോ. അഭിനയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ വേണ്ടിയുള്ള അഭിനയം, അത് കണ്ടിട്ട് പുള്ളി അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കുന്നുണ്ടായിരിക്കും. എക്സ്പ്രഷൻസ് ഒക്കെ അതിപ്പോ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് റീല്. വന്നു ഞാൻ, പക്ഷെ എന്താന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടില്ല. ഭയങ്കര എന്താ പറയാ, ഒരു വായില് കാപ്പാട്ട പണ്ണു പച്ച വെള്ളം കക്കിന് ലിറിക്സ് ഒക്കെ അങ്ങനത്തെ അല്ലേ? ലിറിക്സ് എങ്ങനെയാ? തക്കത്തിന് വന്നാൽ നാട്ടാരെ സൂപ്പാക്കിടും. മാറ്റാൻ വേണ്ടി വേറെ ഏതെങ്കിലും പാട്ട് വായിക്കണം. ആൾക്കാര് പറയണ്ട് അത് റീമാസ്റ്റർ ചെയ്ത് ഇറക്കണം പടം. വീഡിയോ ഉണ്ടല്ലോ അതിന്റെ റീമാസ്റ്റർ ചെയ്ത് 4K ആ പാട്ടിന്റെ വീഡിയോ ഇറങ്ങി, പടം തന്നെ റീമാസ്റ്റർ. അതിന്റെ ഒരു ഫിലിമി ഷേക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഈ ഇപ്പൊ മോഹൻലാലിന്റെ ഒക്കെ എന്താണ് തിരിച്ച് റീ റിലീസ് ഒക്കെ ചെയ്ത ആൾക്കാർക്ക് ഇതൊരു സോഷ്യൽ ഇവന്റ് ആയിട്ട് വേണമെങ്കിൽ ഇതിനൊക്കെ പോവാ. ചുമ്മാ വളിപ്പ് ഇപ്പൊ അങ്ങനത്തെ കൊറേ റിലീസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. കൃഷ്ണന്റെ ആദ്യം എല്ലാം 4K ആക്കി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും കാണാൻ. സൗണ്ട് ഒക്കെ റീമാസ്റ്റർ ചെയ്താണ്. മറ്റേ രാജ ചുമ്മാരുന്ന് കാണാം. പടത്തിന്റെ പേര് നമ്മളെ സന്തോഷ് പണ്ഡിറ്റിന്റെ പണ്ഡിന്റെ പടല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റാവോ? കിങ്സ് ഒക്കെ ചെയ്യാം. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാര് പടത്തിന്. പിന്നെ നല്ല രസമുള്ള പടം. മമ്മൂട്ടിയുടെ കുറെ പടം ഉണ്ടല്ല, മറ്റേ പോത്ത് കച്ചവടക്കാരനായിട്ട് വരുന്ന പടം ഏതായിരുന്നു? രാജമാണിക്യം ആൾക്കാർ ഇടിച്ചു കയറി കാണും. 4K വന്നില്ലല്ലേ? ഇല്ല ഇതായിട്ട് വന്നില്ല. അങ്ങനത്തെ പടങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ റീ റിലീസുകളുടെ ഒരു സീസൺ ആണല്ലോ. അതെ, രാവണപ്രഭുവിന്റെ എപ്പിസോഡിൽ ഇതിനെ കുറിച്ച് സംസാരിച്ചാണ്. 4K വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി കൂടി നമുക്ക് പിന്നെയും കാണാൻ പറ്റും. ഇപ്പൊ അങ്ങോട്ടെല്ലാം സ്ക്രീനൊക്കെ മാറിയല്ലോ, അപ്പം ക്വാളിറ്റി നല്ല അതിൽ കാണാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്.
പിന്നെ ഈ ആഴ്ചയും എന്നത്തെ പോലെ ഒരു ബാഡ് നോട്ട് ഉണ്ട്. അതാണ് നമ്മുടെ ഇപ്പൊ ഡൽഹിയിലുണ്ടായ ടെററിസ്റ്റ് അറ്റാക്ക്. അതൊരു സക്സസ്ഫുൾ ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ടെററിസ്റ്റ് അറ്റാക്ക് ആയി, പക്ഷെ ഫുള്ളി കംപ്ലീറ്റ്ലി അവരുടെ പ്ലാൻ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഏജൻസികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് ഒരു മേ ബി ഡിസാസ്റ്റർ ഈവൻ 100 times സൈസ് നമ്മൾ അവോയ്ഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പ്ലാൻ ചെയ്തതായിരുന്നല്ലേ ശരിക്കും പറഞ്ഞ ചാന്ദിനി ചൗക്ക്? അതെ അതെ അതെ, അതും ഇപ്പോഴത്തേക്കാണോ പ്ലാൻ ചെയ്തതെന്ന് അറിയില്ല, മേ ബി കുറച്ച് നാളത്തേക്ക് ശേഷമാണോ എന്ന് അറിയില്ല. നമുക്ക് അതിന്റെ ഒന്ന് ക്ലാരിറ്റി ഇതുവരെയായിട്ട് ആയിട്ടില്ല. ഇത് അന്വേഷണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ്. പിന്നെ ഇതിനെ വൈറ്റ് കോളർ ടെറർ എന്നല്ലേ പറയണേ. എല്ലാരും ഡോക്ടർമാരാണ് ടെററിസ്റ്റുകളൊക്കെ. ഇതിന്റെ അവരുടെ മോട്ടീവ് എന്താണ്? അതെന്താണെന്ന് അറിയോ? മോട്ടീവ് എന്താ? ടെറർ ചെയ്യാ. പണ്ടിപ്പോ ഇത് ഇപ്പൊ ഇങ്ങനത്തെ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നാണോ അത്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്റ്റോറി തുടങ്ങണ കശ്മീർ വാലിയില് ജയ്ഷ് ഇ മുഹമ്മദിന്റെ ജയ്ഷ് ഇ മുഹമ്മദിന്റെ പോസ്റ്റർ ആണെന്ന് തോന്നുന്നു ഒട്ടിച്ചത് എല്ലായിടത്തും. അപ്പൊ അതിന് ആ പോസ്റ്റർ കണ്ട് സാധാരണ ഇങ്ങനെ 100,000 ഇപ്പൊ നമ്മുടെ അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊന്നും അത് കാര്യമായിട്ട് ശ്രദ്ധിക്കില്ലല്ലോ. അതൊരു പോസ്റ്റർ അങ്ങനെ കണ്ടു. പക്ഷെ അവിടുത്തെ DGP പുള്ളി ഇച്ചിരി സ്മാർട്ടായിട്ട് അതിന് നോക്കി. പുള്ളി നോക്കുമ്പോ ഇത് ഒരു ആക്ഷൻ എടുക്കേണ്ട കാര്യം നോക്കി പുള്ളിക്കാരൻ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ തുടങ്ങി. പിന്നെ അവിടുന്ന് തുടങ്ങിയ അറസ്റ്റുകളാണ് ഇപ്പോ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 4-5 ഡോക്ടർമാരുടെ അറസ്റ്റിലേക്ക് എത്തിയതും. പിന്നെ പ്രീമച്വർ ആയിട്ടാണെങ്കിലും ഇയാള് ഇപ്പൊ അവസാനമായിട്ട് ഉമർ എന്ന് പറഞ്ഞ പുള്ളി സൂസൈഡ് ബോംബിങ് ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. സൂസൈഡ് ബോംബിങ് അല്ലാന്ന് പറഞ്ഞത് സൂസൈഡ് ബോംബിങ് തന്നെയാണ് ബേസിക്കലി. കാരണം പുള്ളി വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല. കാരണം ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സിനെ അറസ്റ്റ് ചെയ്തപ്പോ പുള്ളി ഇതിനു വേണ്ടി അറേഞ്ച് ചെയ്ത ഒരു വണ്ടി എടുത്ത് പോയി. മൾട്ടിപ്പിൾ വണ്ടി ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കണേ. ഒരു ഫോർഡിന്റെ ഒരു ഇക്കോസ്പോർട്ടും പിന്നെ ഹുണ്ടായുടെ ഒരു I20 I20യിലാണ് പുള്ളി പൊട്ടിത്തെറിച്ചത് ബേസിക്കലി. അപ്പൊ I20 പുള്ളി ചാന്ദിനി ചൗക്ക് അല്ല, റെഡ് ഫോർട്ടിന്റെ സൈഡിലുള്ള പാർക്കിങ്ങിൽ വെച്ച് കൊണ്ടുപോയി പുള്ളി. എന്നിട്ട് അവിടെ അത് വെച്ച് അവിടെ എന്തൊക്കെയോ അത് കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ മിക്കവാറും പുള്ളി ചാന്ദിനി ചൗക്കിലേക്ക് പോകുന്ന വഴിയായിരിക്കാം പുള്ളി സിഗ്നലിൽ വെച്ച് പൊട്ടിത്തെറിച്ചത്. പുള്ളി പാനിക് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ശരിയാവാതെയോ എന്ത് വേണമെങ്കിലും ആവാം ബേസിക്കലി ഇൻസിഡന്റ്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഈ അടുത്തൊരു കാശ്മീരിലും അത് മിനിഞ്ഞാന്ന് പുലർച്ചെ ഇതിന്റെ കൂടെ ഈ ഡോക്ടർമാരെയൊക്കെ പിടിച്ചപ്പോ ഇവര് കുറച്ച് എക്സ്പ്ലോസീവ്സും AK-47 പിസ്റ്റളൊക്കെ അവര് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായി. ആ എക്സ്പ്ലോസീവ്സ് എത്രയോ 2,800 കിലോന്റെ എക്സ്പ്ലോസീവ്സ്. അതില് അമോണിയം നൈട്രേറ്റ് എത്ര 300 കിലോ, ബാക്കി എന്തോ ഫ്യൂവൽ ഓയിലോ അങ്ങനെ എന്തോ സാധനമാണ് ഉണ്ടായിരുന്നത്. ആ സാധനം ഇവര് ക്യാപ്ചർ ചെയ്ത സാധനം കശ്മീരിലേക്കാണ് കൊണ്ടുപോയത്. നൗഗാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. നൗഗാമിലത്തെ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് ഈ സാധനം വെച്ച് പിന്നെ അവര് ഇതിനെന്തിനാ കൊണ്ടുപോയെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് എമൗണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് ഇതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. കുറെ ആൾക്കാർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ I20യില് നടന്ന എക്സ്പ്ലോഷനും കുറച്ചും കൂടി വലിയ എക്സ്പ്ലോഷൻ ആയിരുന്നു. അമോണിയം നൈട്രേറ്റും ഫ്യൂൽ ഓയിലും വെച്ചാൽ മാത്രം ഇത്ര എക്സ്പ്ലോഷൻ ഉണ്ടാവും, പിന്നെ ഇത് ഇത്ര കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ടെസ്റ്റിംഗ് സെന്റർ എവിടെയാണോ അതോ ഡൽഹിയിലാണോ? അതൊരു സാധാ നൗഗാം സാധാ ഒരു പോലീസ് സ്റ്റേഷനാണ്. അതൊരു ടെസ്റ്റിംഗ് സെന്റർ ഒന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ജനറലി എല്ലായിടത്തും ഇപ്പോ ഏത് രാജ്യത്തായാലും ഇങ്ങനത്തെ എക്സ്പ്ലോസീവ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് ഒരു സ്ഥലം ഉണ്ടാവും. ഇത് വെറുതെ ഒരു പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലത്തെ ഏരിയയിൽ അങ്ങ് സ്റ്റോർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഇത് എത്രയോ കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കൊണ്ടുപോയിട്ടാണ് കശ്മീരിൽ എത്തിയത്. അതാ ഞാൻ ഡൽഹി പോലത്തെ സിറ്റിയിൽ നിന്നാണല്ലോ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതെ അതെ, അതും ഈ നൗഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസേർട്ടഡ് ഏരിയ അങ്ങനെയൊന്നും അല്ല. അതിൽ ചുറ്റും വീടുകളും കുറെ ഫ്ലാറ്റുകളും മറ്റേ സാധാ വീടുകളൊക്കെ ആയിട്ട് നിറച്ച് ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലം തന്നെയാണ് അതും. അപ്പൊ അതിന്റെ സെന്ററിലേക്ക് ഇത്രയധികം എക്സ്പ്ലോസീവ് കൊണ്ടുപോയി, അതൊരു ദുരൂഹത ഉണ്ടായില്. പിന്നെ അവിടുത്തെ മെയിൻ അതോറിറ്റീസ് പറഞ്ഞത് ഇതൊരു ആക്സിഡന്റൽ എക്സ്പ്ലോഷൻ ആണെന്നാണ്. എത്ര പേര് മരിച്ചു അതിനെ കുറിച്ച് അറിയോ? എനിക്ക് തോന്നുന്നു ഒരു 10 പേര്
മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. 9 or 10 പേര് മരിച്ചിട്ടുണ്ട്. അതിലൊക്കെ കൂടുതലും പോലീസുകാരും SITയുടെ ആൾക്കാരും പിന്നെ FCL അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഇതിലുള്ള ആൾക്കാരാണ് മരിച്ചേക്കണത്. പിന്നെ ഒരു ടൈലർ മരിച്ചിട്ടുണ്ടായില്ലേ, ഇതിന്റെ കോമ്പൗണ്ട്സ് പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം തിരിച്ചു തുന്നി വെക്കാനുള്ളതാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത് വാർത്തയിൽ നിന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട്. പിന്നെ കുറെ 10-29 പേരോ 30 പേർക്കോ അടുത്ത് ഇഞ്ചുർ ആയിട്ടുണ്ട്. കാരണം അത്യാവശ്യം റിലേറ്റീവ്ലി വലിയ നടത്തി അത്രയും പേര് തന്നെ ഗവൺമെന്റിന്റെ പേരിലുള്ള ഒരു ഇതിലും ആക്സിഡന്റ് കാരണം മിസ്മാനേജ്മെന്റ് കാരണം മരിച്ചു. ആരാണ് ടെററിസ്റ്റ്? നമുക്ക് ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് പോലെയാണ്. ഇൻകോമ്പറ്റൻസും ഒരു പ്രോബ്ലം തന്നെയാണ്. അതെ അതെ, രണ്ട് സൈഡിൽ നിന്ന് മുറിവേക്കുന്നത് സാധാരണക്കാർക്ക്. അതെ അതെ അതെ, ബേസിക്കലി അത് തന്നെയാണ് സംഭവിച്ചേക്കണേ. ഇപ്പൊ ഇനിയിപ്പോ ഇതിനൊക്കെ ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ കൂടെ ഈ ഇത്ര പേരെ പിടിച്ചവര് വേറെ ഒരു 2-3 പേരും കൂടി റൈസിൻ അറ്റാക്കിന്റെ ബേസിസിൽ പിടിച്ചിട്ടുണ്ട് ഗുജറാത്തിന്ന്. പുള്ളി എന്തോ കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് പിള്ളേർക്കൊക്കെ വയറിളക്കാൻ കൊടുക്കൂലേ, പിള്ളേർക്കും വലിയവർക്കൊക്കെ കൊടുക്കുന്നു. അതാണ് ഈ കാസ്റ്റർ ഓയില്. അതിന്റെ ഉള്ളില് ഈ കാസ്റ്റർ സീഡ്സിന്ന് ബേസിക്കലി റൈസിൻ ഉണ്ടാവും. നമ്മുടെ ബ്രേക്കിംഗ് ബാഡിൽ മറ്റേ പുള്ളി ചെയ്യില്ലേ, റൈസിൻ ഉണ്ടാക്കൂലേ, അതുപോലെ റൈസിൻ ഉണ്ടാക്കുന്ന വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാൻ ആയിരുന്നു പുള്ളിയുടെ. എന്നിട്ട് റൈസിൻ ഉണ്ടാക്കുന്നു. റൈസിൻ എന്നിട്ട് പല പല ടെമ്പിളുകള്, പള്ളികള്, അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഈ ഫുഡ് ഓഫറിങ്ങിന്റെ കൂടെയൊക്കെ മിക്സ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു, ഒരു മാസ് പോയിസണിങ്ങിന് വേണ്ടിയിട്ട്. ഇതൊക്കെ അവര് പിടിച്ചിട്ടുണ്ട് ഒരുമിച്ച്. അപ്പൊ നമ്മുടെ ഏജൻസീസ് നല്ലോണം വർക്ക് ചെയ്യണുണ്ട്. പക്ഷെ ലൈക്ക് 100% പിടിക്കാൻ പറ്റുന്നില്ല. അത് അവരുടെ അത് പാടാണ്, അത് അവിടെ പിടിക്കാൻ പാടാണ്. എനിക്ക് കൂടുതൽ ഈ ടെസ്റ്റിംഗ് സെന്ററിൽ നിന്നൊക്കെ പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ അത് ആക്ച്വലി ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. കാരണം ഇത്രയും സ്കിൽഫുള്ളി നമ്മൾ ഇവരെയൊക്കെ പിടിച്ചു, ഇത്രയൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തു. ഇതിലൊരു എന്തോ ഒരു നമുക്കറിയില്ല ഇതില് കറക്റ്റ് ആയിട്ട് എന്താ നടക്കണേ. വി ഡോണ്ട് ഹാവ് ഇനഫ് ഇൻഫർമേഷൻ. ഇനി കുറെ ഇൻഫർമേഷൻ അവർ നമ്മളോട് പറയൂല, ആയതുകൊണ്ട് പറഞ്ഞ പോലെ തെളിവ് നശിപ്പിക്കലായിരിക്കാം, തെളിവ് നശിപ്പിക്കലാവാം. അതൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. തെളിവ് നശിപ്പിക്കാൻ കശ്മീർ വരെ പോകേണ്ട കാര്യം പറ്റില്ല. കാരണം ഇനിയിപ്പം ഇവര് പറഞ്ഞത് വിശ്വസിക്കാന്നല്ലാണ്ട് ഇതിലൊന്നും ചെയ്യിക്കാനില്ല. അതെ അതെ. പിന്നെ വൈറ്റ് കോളർ ടെറർ, ഇവരൊക്കെ ഡോക്ടർമാരാണ്. അതായത് ഇതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പണ്ട് സ്ലീപ്പർ സെല്ലിനെ ഉപയോഗിച്ചിരുന്നു. ലൈക്ക് നമ്മള് മറ്റേ തുപ്പാക്കിയിലോ ഒക്കെ നമ്മൾ കണ്ടേക്കണത് സ്ലീപ്പർ സെല്ലുകളാണ്. അതായത് കുറെ ആൾക്കാർ ഇതിന് ടേൺ ചെയ്യും, പക്ഷെ ഇവര് നോർമൽ വർക്കുകളൊക്കെ ചെയ്തു വരും. പക്ഷെ ആ ഒരു നെറ്റ്വർക്ക് ഒന്നും അത്ര എഫക്റ്റീവ് ആയിട്ട് ഇവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ ഐസിസും അങ്ങനത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഓൺലൈനിൽ റിക്രൂട്ട് ചെയ്യുന്ന പോലെ റിക്രൂട്ട് ചെയ്തതായിരിക്കും അവര്. പക്ഷെ ഒരു ഡിഫറെന്റ് ഗ്രേഡ് ഓഫ് ക്രിമിനൽ, കുറച്ചും കൂടിയും പ്ലെയിൻ സൈറ്റിൽ വിളിക്കാൻ പറ്റുന്നതും, കുറച്ചും കൂടി ഇപ്പൊ ഡോക്ടർമാരായതുകൊണ്ട് കുറച്ചും കൂടി റിസോഴ്സ്ഫുൾ ആണ്. പിന്നെന്താണ്, നമ്മളിപ്പോ ഡോക്ടർമാർ അതന്നെയാണ് കുറെ ആൾക്കാർ പറയണത്. ഇനിയിപ്പോ ആ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഡോക്ടർമാരുടെ അടുത്ത് എങ്ങനെ ഞാൻ പോകുന്നത്? കാരണം ഇതുപോലെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ എങ്ങാണ്ടും 2 നഴ്സുമാര് വന്നു, ഇതുപോലത്തെ ടെററിസ്റ്റ് പോലെ. അവരെന്തോ വീഡിയോയിലൊക്കെ ചെയ്തിട്ട് ജൂതന്മാർക്കെതിരുള്ള ടെററാട്ടോ അവര് ചെയ്തത്. അവര് എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ എത്ര ജൂസിനെ കൊല്ലാൻ സഹായിച്ചിട്ടുണ്ടോ, അതായത് ആക്സിഡന്റലി പോലെ ഇൻവോൾവ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരൊരു വീഡിയോയിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ എങ്ങാണ്ടുള്ള 2 നഴ്സുമാര്. അത് എന്ത് ടെറിഫൈങ് ആയിട്ടുള്ള കാര്യം, എന്ത് മൈൻഡ് സെറ്റാ. ലൈക്ക് നമ്മൾ എന്ത് വിശ്വസിച്ച ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു നഴ്സിനെ നമ്മള് അങ്ങനത്തെ ഇപ്പൊ നമ്മളിപ്പോ ഇനി ഇംപ്രാക്ടിക്കലാണ് ടു ലൈക്ക് എല്ലാവരെയും ബെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നീ തീവ്രവാദിയാണോ അങ്ങനെ പറഞ്ഞ് പിടിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ മേ ബി അങ്ങനത്തെ ഒരു ഡയറക്ഷനിലേക്ക് ഇനി ഫ്യൂച്ചറിൽ പോയേക്കാം കാര്യങ്ങൾ. ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് ഷോയിങ്. പിന്നെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കുറെ ആൾക്കാർ പഠിച്ച് പാസ്സായി ഡോക്ടർ ആവണമെന്നൊക്കെ. അതെ, എത്ര നാള് വേണം ഒന്ന് ഡോക്ടർ ആവാൻ പഠിക്കാൻ? എത്ര പൈസ തിരിച്ചറിവുകളൊക്കെ കിട്ടുന്നില്ലേ? പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, അവിടെയൊക്കെ ഹ്യൂമൻ ലൈഫിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ലേ? ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണല്ലേ? അതെ അതെ അതെ. അതായത്
ഡോക്ടർമാരാണ് നമ്മൾ ഏറ്റവും, അതായത് ഹിപ്പോക്രറ്റിക് ഓത്ത് കൊടുത്ത് പോരാത്തതിന് ഡോക്ടർ ആവാൻ പോണെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും, ഞാൻ ആൾക്കാരെ അതാണ് ചെയ്യാനുള്ള ഞാനിപ്പോ രീതിയിലല്ല മനസ്സിലാക്കുന്നത്. ഒരാള് ഡോക്ടർ ആവണത്. ഇത് ഇത് ഒരു ബാക്കിയുള്ളവരെ കൊല്ലണം എന്നുള്ള ഇതില് ഡോക്ടർ ആവുന്നത്. ഇപ്പൊ എന്തോ ഇപ്പൊ ഇതൊക്കെ ഇവര് പുറത്തേക്ക് അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ സൈക്കോപാത്സിനെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഈ എത്രമാത്രം സൈക്കോപാത്സ് ഉണ്ടാവും ശരിക്കും. ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് മരിച്ചു, എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഇപ്പൊ മാൽ പ്രാക്ടീസ് തന്നെയല്ല, അവര് ചെറുതായിട്ട് ഹാർട്ടിനൊന്ന് ഞെക്കി വിട്ടു. എന്ത് കഷ്ടാണല്ലേ ഇത്. ഒന്നും ചെയ്യാനില്ല, ഡോക്ടറോട് ഇവരോടും കള്ളം പറയാൻ പാടില്ല എന്നൊക്കെയാണ് പഠിച്ചത്. ആരെ വിശ്വസിക്കും? അത് ആരും വിശ്വസിക്കാനില്ല. ഡോക്ടറെ പിന്നെ ഒരു മറ്റുള്ളവരോടും ഭയങ്കര കള്ളം പറയാൻ പ്രശ്നം തന്നെയാണ് പാടില്ല എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് തന്നെ. അതെ. അവിടെ പണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് സ്ലീപ്പർ സെല്ലൊക്കെ ഉണ്ടെങ്കിലും കുറെ ലോവർ ലെവൽ ആൾക്കാരും, അത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയർമാരായിരുന്നു മെയിൻ. ലോവർ വെച്ചാൽ അത് കാരണം ഡോക്ടർ ആവാന്ന് പറഞ്ഞാൽ തന്നെ പഠിക്കാൻ തന്നെ ഇത്രയല്ല അതെ പാടുണ്ട്. അതെ അതെ, എത്ര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊരു പുതിയ സ്ട്രാറ്റജിയാണ് അവരുടെ. അതായത് പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, അതായത് ലൈക്ക് ഇവരൊക്കെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യണത് തന്നെ ചെറുപ്പത്തിലേ തുടങ്ങണത് അവര്, നമ്മള് ഗുഡ് ബാഡ് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങള് എക്സ്ട്രീംസ് കാണിച്ച് വളർത്താ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ എന്തായാലും പോളറൈസ് ചെയ്യും. നമ്മളൊരു സെക്റ്റിലേക്ക് ആയി മാറും ബേസിക്കലി. നമ്മുടെ ആൾക്കാര് നിങ്ങളുടെ ആൾക്കാര്, അങ്ങനത്തെ ഒരു ഡിഫറൻസ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ഓരോ പറഞ്ഞാലും ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ക്യാപിറ്റലാണ്. അവിടെ അബദ്ധത്തിൽ പോലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അത് ഗവൺമെന്റിന്റെ അതോറിറ്റിയുടെ കയ്യിൽ നിന്നുള്ള വീഴ്ച തന്നെയാണ്. ആ വിഷയം അധികം സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഞാനൊക്കെ എന്തെങ്കിലും വള്ളിയാവും. അല്ല, പിന്നെ ഡൽഹി മാത്രല്ല, ഈ ഇവര് യുപിയിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. യുപിയിലും ഹരിയാനയിലൊക്കെയാണ് ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെയാണ് അവർ വർക്ക് ചെയ്യണേ. അതല്ലേ ഏറ്റവും. പിന്നെ ഇതിലൊരു ഒരു പെണ്ണും ഉണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പുള്ളിക്കാരിയാണ് എൽഡസ്റ്റ്. എത്ര 36 വയസ്സാങ്ങാണ്ടുള്ള ഒരു പെണ്ണാണ് ഇതിലത്തെ എൽഡസ്റ്റ്. ഓൾഡർ ആയിട്ടുള്ള ഇതുള്ളത്. പുള്ളിക്കാരുടെ ബ്രദറും ഇൻവോൾവ് ആണോ അതോ എങ്ങനെയാണ്? എന്ത് ഇവരൊക്കെ ഇന്ത്യൻ സിറ്റിസൺ ആണോ? അതിനെ കുറിച്ച് അറിയോ? എല്ലാരും ഇന്ത്യൻസ് ആണ്, കശ്മീരികളാണ്. അതൊക്കെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പറയാനുണ്ട്. ടോപ്പിക്കിലോട്ട് പോവാം. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മുടെ അവസാന ടോപ്പിക്ക്. ഒരു നല്ലൊരു പടം കണ്ടിരുന്നു, ബാഡ് ഗേൾ പടം. ഞാൻ കണ്ടില്ല. പടം അടിപൊളി പടമാണ്. അത് റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലും അതുപോലെ പടം ഞാൻ കണ്ടില്ലടാ, എനിക്ക് കാണണമെന്നുണ്ടായി, പക്ഷെ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല. ഞാൻ ഇന്ന് മിക്കവാറും കാണുന്നു. കണ്ടത്. ഞാൻ മാത്രമാണ് ഈ വിശേഷം ഉണ്ണിക്കുട്ടന്റെ അടുത്ത് നമുക്ക് കേൾക്കാം. ഈ കൂട്ടത്തിൽ കണ്ടത് ഞാനാണ്. എനിക്ക് സംഭവം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അതൊക്കെ 2 സ്ഥലങ്ങളിൽ സംഭവം നല്ല രീതിയിൽ പ്രശംസ കിട്ടുകയും അവിടെ അവാർഡ് കിട്ടുകയൊക്കെ ചെയ്ത പടമാണ്. അനുരാഗ് കശ്യപും വീട്ടുമാരനൊക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് ആ പടം. ഒരു മറ്റേ പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുവല്ലോ. എന്തായിരുന്നു മറ്റേ ഡയറക്ടറിന്റെ പേര്? വർഷ ഭരത് പുള്ളിക്കാരാണ് ഡയറക്ട് ചെയ്തത്. ചെറിയ പ്രായമേ ഉള്ളൂ. വെട്രിമാന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പടത്തിന്റെ കഥയും കാര്യങ്ങളൊരു നമ്മളൊക്കെ ബാഡ് ഗേൾ എന്ന് പറഞ്ഞ് മുദ്രകുത്തി നാട്ടിലുണ്ടാവുന്ന ഒരു പെണ്ണുണ്ടാവുമല്ലോ, അതേപോലെ. അതായത് ചെറുപ്പത്തിൽ ഒളിച്ചോടി മറ്റേ പണ്ടുതൊട്ടേ പ്രണയം ഉണ്ടായിരുന്നു, കോളേജിലൊക്കെ അടി പരിപാടിയൊക്കെ ആയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു പെണ്ണിന്റെ. അല്ലല്ല, അങ്ങനത്തെ രീതിയിലല്ല. അത് ഒരു അങ്ങനെ ആ രീതിയിലല്ല ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കൊക്കെ വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം ഒരു ഓൾഡ് വൺ എന്ന് പറഞ്ഞ രീതിയിൽ അത് ഒരു സ്ത്രീ കൂടി ആവുമ്പോൾ സമൂഹത്തിന് കുറച്ചധികം ഇത് കേൾക്കേണ്ടി വരില്ല. അതായത് ഈ സമൂഹത്തിന്റെ ഒരു കൺസ്ട്രെയിൻ ഉണ്ടല്ലോ, അതിൽ ആ രീതിയിൽ പോവാത്തവരെ കുറച്ചുകൂടെ രീതിയിൽ അവര് പറയൂലോ. അപ്പം അങ്ങനെ പറഞ്ഞ ഒരു പെണ്ണിന്റെ സൈഡിൽ നിന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അപ്പം അതൊരു പക്ഷെ അതിലേക്കാട്ട് ആ കഥ പുള്ളിക്കാരൻ സ്വയം മനസ്സിലാക്കുന്നു. അതായത് വേറൊരു ആണിനോ അല്ലെങ്കിൽ വേറെ ആരോ അവിടെ ടേക്ക് കെയർ ചെയ്യേണ്ടതല്ല വേണ്ടത്, എന്നെ ഞാൻ തന്നെ സ്നേഹിക്കേണ്ടതാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പുള്ളിക്കാരി ചെറുപ്പം തൊട്ടേ ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ
വീട്ടിലെ സിസ്റ്റത്തിനൊന്നും അതായത് ഫാമിലി സിസ്റ്റം അങ്ങനെ അല്ലല്ലോ. Equipped അല്ല ബേസിക്കലി. അല്ല, അതിനെയൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിന്ന് മനസ്സിലായത്. അതുപോലെ ശരിക്കും പറഞ്ഞാല് ഇത് അത് കണ്ടിരിക്കാൻ പറ്റില്ല. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. അപ്പം അങ്ങനെ പക്ഷെ എനിക്ക് ആ പടത്തിൽ കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിച്ചത് അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആണ്. ആ പടത്തിന്റെ എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ അമിത് ത്രിവേദിയാണ്. ഇത് വളരെ നന്നായിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, പുള്ളി ഏതിലാ ചെയ്തത്? ഹിന്ദിയിലേക്കുള്ള നമ്മുടെ കുറെ പടങ്ങളുണ്ട്. ഹിന്ദി ചെയ്യുന്ന ആളാണ്, പക്ഷെ തമിഴിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. കുറെ പടങ്ങളുണ്ട്, സൂപ്പർ പടങ്ങളാണ്. അങ്ങനെ അതിന്റെ ക്യാമറയും എല്ലാം അടിപൊളിയാണ്. പക്ഷെ അതിന്റെ സൗണ്ട് മിക്സിങ്ങും അത് എഡിറ്റിങ്ങുമായിട്ട് വന്നിട്ടുണ്ട്, എഡിറ്റിങ്ങുമായിട്ട് ചേർന്ന് വരുന്നുണ്ട്. സൗണ്ട് മിക്സിംഗ് ആണ് വളരെ സൂപ്പർ ആയിട്ട് തോന്നിയത്. അത് ഞാൻ ഈ അടുത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് സൗണ്ട് മിക്സിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ പടത്തിന് ഇത്രയും ഇമ്പാക്ട് ഫീൽ ചെയ്തത്. പക്ഷെ ഇത് അധികം ആൾക്കാർ സംസാരിക്കുന്ന കേൾക്കുന്നില്ലല്ലോ ഇതിനെ കുറിച്ച്. ഉണ്ടായിരുന്നു ഈ പടം ചെറിയ രീതിയിൽ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊരു ടോക്ക് വന്നു. അതല്ലാണ്ട് എപ്പോഴാ ഇറങ്ങിയത്? ഇത് കുറച്ച് 2-3 മാസമായി ഇറങ്ങിയിട്ട് തിയേറ്ററിൽ. ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണോ? ആണോ? ഡിസ്നിയിൽ അങ്ങാണ്ടുണ്ടെന്ന്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അങ്ങാണ്ടുണ്ടെന്ന്. ഡിസ്നി പ്ലസ് ആണോ ആമസോൺ പ്രൈമിൽ അങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം പക്ഷേ ഇത് കോൺട്രവേഴ്സി ഒക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം BJP-നെ കുറിച്ച് പറയുന്നു, അതൊക്കെ ചെറുതായിട്ട് ടിവിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഇതല്ല, അതിന്റെ അകത്തൊരു 20% കട്ട് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് തിയേറ്ററിൽ ഇറങ്ങിയപ്പോ. അതെ. അതിപ്പം എന്തായാലും തമിഴ്നാട്ടിലും അത് ഇന്ത്യയിലും ഒരു സിനിമയാണല്ലോ. അപ്പൊ അതിനൊരു US സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, ഇപ്പം സെക്സ് സീനൊക്കെ കാണിക്കുന്നതും ഇന്റിമേറ്റ് സീനൊക്കെ കാണിക്കുന്നത് എന്തായാലും കട്ട് ചെയ്ത് കളയല്ലോ. അതുപോലെ ചില ഡയലോഗുകൾ. അപ്പൊ ഇതില് ഇപ്പൊ നമ്മുടെ ഈ ആമസോൺ പ്രൈമിലൊക്കെ ഇറങ്ങിയത് എന്ത് വേർഷൻ ഇറങ്ങിയിരിക്കുന്നത്? തിയേറ്ററിലത്തെ വേർഷൻ ആണോ? ഞാൻ കണ്ടത് അല്ല, UA വേർഷൻ ആണ്. അതായത് കട്ട് ചെയ്ത വേർഷൻ തന്നെയാണ്. അതിന്റെ അകത്ത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ HBO-ലൊക്കെ ഇറങ്ങേണ്ടി വരും, ഇച്ചിരി കൂടി ഗോറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. അത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഒതന്റിക് ആയാനെ. പക്ഷെ നമുക്ക് ഇപ്പൊ ഇന്ത്യൻ പടങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്തോട്ട് വായിക്കാൻ നമുക്ക് പറ്റൂലോ സിനിമയിലത് കാണിച്ചില്ലെങ്കിലും. അതുകൊണ്ട് അത് വലിയ ഇതല്ല. പക്ഷെ വളരെ നല്ലൊരു പടമാണ്, എല്ലാരും കണ്ടിരിക്കേണ്ട തന്നെ പടമാണ്. നമ്മുടെ നാട്ടിൽ ചെക്കൗട്ട് ചെയ്യാം അല്ലെ? നമ്മൾ രണ്ടുപേരും ആദ്യം കാണും, ബാക്കിയുള്ളവര് പിന്നെയും കാണാം. അതെ. വീട്ടുകാരെയൊക്കെ ഇത്ര ദിവസം പറഞ്ഞോണ്ടാണ് എനിക്കത് കാണാൻ ഇത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് കണ്ടില്ല. ഇന്നിപ്പോ ഇനി സൺഡേ ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞാൽ നേരെ അത് പോയി കാണലാണ്. അതുപോലെ ഒരു കലണ്ടറിലെ പാട്ട് കേൾക്കാനുണ്ട്, അതിനുശേഷം ഇത് കാണും. ബിസിയായി രാത്രി 2 ടാസ്കുകളുണ്ട്. അത് പിന്നെ എന്തൊക്കെ പറഞ്ഞ ഒരു വുമൺ സെൻട്രിക് പടമാണല്ലോ. അധികം അങ്ങനെ പടങ്ങള് നമ്മുടെ മുഖ്യധാരയിൽ അധികം വരാറില്ല. ഇതിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് അനുരാഗ് കശ്യപ്, വെട്രിമാരൻ പോലുള്ള ആൾക്കാരാകുമ്പോൾ ആ പടത്തിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ തന്നെ നമുക്ക് കാണാം. അവരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ക്വാളിറ്റി അഷ്യൂർഡ് ആണല്ലേ? അതെ. അപ്പൊ എന്തായാലും അങ്ങനെ ലെറ്റ് ഡൗൺ ആവൂല ആ പടം കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും ചെക്കിംഗ് ഔട്ട് ആണ് ആ പടം. അങ്ങനെ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യാം. അതെ, അതെല്ലാരും കാണാം. നമ്മളിന്ന് ഒരുമിച്ച് വേണേ കാണാം. തന്നെ ഇടാൻ പറ്റി കഴിഞ്ഞാൽ ഒരുമിച്ച് കാണാം. അങ്ങനെ നമ്മള് ഒരു അടുത്ത പോഡ്കാസ്റ്റ് നമ്മൾ തീർന്നിരിക്കുന്നു. നമ്മൾ ഇനി ഇതുപോലത്തെ റെലവന്റും ടൈം ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ.